ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ പിരിയാനുള്ള കാരണങ്ങളാണ് നോക്കുന്നത്. ഇവിടെ 2 പേർക്കും ഈഗോ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. വാക്ക് തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലുണ്ട്. അത് നിങ്ങളോട് സംസാരിച്ചാലും നമ്മളിപ്പം എത്ര കോംപ്രമൈസ് ചെയ്താൽ പോലും പറഞ്ഞ വാക്കുകൾ മറക്കത്തില്ല അല്ലേ? എപ്പോഴും മനസ്സിലുണ്ടാവും. അത് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ 2 പേർക്കും ഉള്ളിലുണ്ടെന്നാണ്. 2 പേരുടെയും മനസ്സിലുണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം. പരസ്പരം അങ്ങോട്ട് ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംസാരങ്ങളുണ്ടായിട്ടുണ്ടെന്നാണ്. പിന്നെ തന്നെയല്ല, നിങ്ങൾ തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇപ്പം ഒരാൾക്ക് സംസാരിക്കണം എന്നുള്ള സമയത്ത് മറ്റൊരാൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല, അങ്ങനെ. അപ്പം ഇതിനിടയിൽ 2 പേരുടെയും ഒരു ഈഗോയും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് പ്രധാനമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2 പേര് പിന്നെന്താ പറയുന്നത്, എഗ്രി ചെയ്യത്തില്ല ഒരു കാര്യം. അപ്പം നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ അവർ സമ്മതിക്കത്തില്ല. എന്തെങ്കിലും തീരുമാനങ്ങളിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു എതിർപ്പുകൾ, അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസ്, അങ്ങനെ. നിങ്ങൾ 2 പേരും വിട്ടുകൊടുക്കാത്ത ഒരു തരത്തിലുള്ള സ്വഭാവമായിട്ട് എനിക്ക് കാണുന്നുണ്ട് 2 പേരുടെയും ഭാഗത്ത് നിന്ന്. അതും ഈ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 പേരും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷേ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേനും സംസാരിച്ച് വഷളാകുക എന്ന് പറയത്തില്ലേ, ആ ഒരു കണ്ടീഷനിലോട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾ 2 പേരെ സംബന്ധിച്ചിടത്തോളം ഈ മനസ്സ് മടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2 പേരും പല സാഹചര്യങ്ങൾ മൂലം സംസാരിച്ചതൊക്കെ 2 പേരുടെയും ഉള്ളിലിങ്ങനെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പഴയ കാര്യങ്ങൾ പിന്നെയും ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയവും ഉണ്ട്. അവർക്കത്ര കോൺഫിഡൻസ് ഇല്ല എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും നിങ്ങളിലേക്ക് തിരിച്ച് വരണം. എന്ന് വെച്ചാൽ ഈ ഡബിൾ മൈൻഡഡ് നിൽക്കുന്ന ആളായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്കും ഇതേ സിറ്റുവേഷനുണ്ട്. ഇതിലെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് 2 പേരും ഒന്ന് സംസാരിച്ചാൽ ശരിയാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ 2 പേരും തയ്യാറാവുന്നില്ല. ഒന്നെങ്കിൽ അയാൾ പറയട്ടെ എന്നും ഓപ്പോസിറ്റ് നീ എന്നാ പറയട്ടെ, ആ ഒരു രീതിയിൽ ഉള്ള ഒരു മൈൻഡായിട്ടാണ് 2 പേരും നിൽക്കുന്നത്. നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഇനിയൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഒക്കെ സംസാരിക്കണം. അങ്ങനെയാണ് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് കുറേ കൂടെ ശ്രദ്ധിക്കുക. വാക്കുകൾ കുറേ കൂടെ ശ്രദ്ധിക്കുക. ചില വാക്കുകളൊക്കെ അവരുടെ മനസ്സിലുണ്ടെന്നാണ്, മുറിവേറ്റ പോലെ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. വന്നിട്ടുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ്. 2 പേരും ഒരേപോലെ ശ്രമിക്കണം. പ്രശ്നമൊക്കെ ശരിയാണ്. പക്ഷേ ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത് വരണം എന്ന് തന്നെയാണ്. സ്നേഹവും ഇഷ്ടമൊന്നും എങ്ങും പോയിട്ടൊന്നുമില്ല. അത് 2 പേരുടെ ഉള്ളിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പോലും എനിക്കിപ്പം സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അയാളാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെക്കാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിടയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം ഇതിനകത്ത് കൂടുതൽ പേരും നിങ്ങൾ ഒരു പ്രശ്നം എന്ന് വരുമ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് സ്വയം ജഡ്ജ് ചെയ്യാറുണ്ട്. അതൊക്കെ മാറ്റി വെക്കണം. പാസ്റ്റിൽ നടന്ന കാര്യം അങ്ങനെ നടന്നു, അത് വെച്ചിട്ട് മറ്റൊരാളെയും ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങളെ ആണെങ്കിൽ നിങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടായി, അത് അത്രേ ഉള്ളൂ. ഇനിയും അങ്ങനെ വരും. അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ ഒന്നാവുക തന്നെ ചെയ്യും.